എന്തായാലും ജോസഫ് വിഭാഗത്തിന് 7 MLA-മാരുണ്ടായിരുന്നു. അവർക്ക് 2 മന്ത്രിസ്ഥാനം എന്നത് അവർ ആവശ്യമായി മുന്നോട്ട് വെച്ചതാണ്. ലീഗിന് 5 മന്ത്രിസ്ഥാനം നൽകുകയാണെങ്കിൽ അവർക്കും നൽകാമായിരുന്നു. പക്ഷേ അവർക്ക് ചീഫ് വിപ്പ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്രീ രോഹിത്, ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെട്ടതോടുകൂടി KPCC അധ്യക്ഷൻ അദ്ദേഹം സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാനമൊഴിയുകയാണെങ്കിൽ ആ സ്ഥാനം മോഹിക്കുന്ന നിരവധി പേരുണ്ട്. ബെന്നി ബെഹനാനുണ്ട്, ആന്റണി ഉണ്ട്, ഷാഫി പറമ്പിലിനോട് ഇന്ന് മാധ്യമങ്ങൾ അതിനുശേഷം ചോദ്യം ചോദിക്കുന്നുണ്ട്, താങ്കളാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്ഥാനം ലക്ഷ്യം വെച്ച് കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ആ സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കീറാമുട്ടിയാകുന്ന ഒരുപാട് തീരുമാനങ്ങൾ ഇനിയും എടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്. അതൊക്കെയും പ്രശ്നം ഇല്ലാണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? അല്ല, അങ്ങനെ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏതായാലും അത് മന്ത്രിസഭാ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരണമാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ KPCCയുടെ അധ്യക്ഷൻ മന്ത്രിയായ സ്ഥിതിക്ക് അവിടെ വരുന്ന ആ ഒഴിവിലേക്ക് പുതിയൊരാളെ തിരഞ്ഞെടുക്കപ്പെടും. അത് പാർട്ടി കൂടിയാലോചനയോടുകൂടി എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനൊന്നും തന്നെ ഒരു തർക്കത്തിൻ്റെ സാധ്യത നിലവിലില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിസഭയുടെ രൂപീകരണം, അതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട്. നാളെ അതിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സജീവൻ സാറാണെങ്കിലും പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ, അവർ ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യത്തിലേക്കല്ല അവർ പോയതുള്ളത്. അത് വേറൊരു തരത്തിലേക്ക് ഇതിൻ്റെ ചർച്ച കൊണ്ടുപോവുകയാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു 10 വർഷക്കാലത്തിന് ശേഷം ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ ഒരു പാർട്ടിക്കകത്ത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരിക എന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ മെറിറ്റായിട്ട് കാണണം. അപ്പോൾ കേരളത്തിലെ LDFനെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ പേരിനപ്പുറത്തേക്ക് ഒരു പുതിയ പേര് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ മാത്രമല്ല, പ്രതിപക്ഷ സ്ഥാനത്ത് പോലും പിണറായി വിജയൻ അപ്പുറത്തേക്ക് ഒരു പുതിയ പ്രതിപക്ഷ നേതാവിനെ അവർക്ക് ഏതായാലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവരിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തകൾ തന്നെ എന്തിനെ പിണറായി വിജയൻ വീണ്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആകണമെന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഏതായാലും കോൺഗ്രസിനകത്തൊന്നും ആ തരത്തിലുള്ള തർക്കങ്ങളില്ല. പക്ഷേ ഇവിടെ ഉയർന്നു വന്ന പേരുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്ത നേതാക്കന്മാരുമായി അവർക്ക് ഇഷ്ടമുണ്ടാകാം, അവർ യോജിച്ച് നിൽക്കുന്നുണ്ടാകും. പാർലമെൻറ്റ് പാർട്ടിയിലക്കകത്ത് ഒരുപക്ഷെ KC വേണുഗോപാലിന് വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊക്കെ സംഘടനാ രംഗത്ത് അത് കേന്ദ്ര നേതൃത്വം, അത് KC വേണുഗോപാൽ ഉൾപ്പെടുന്ന AICC നേതൃത്വം തന്നെ കൃത്യമായി ചർച്ച ചെയ്തിട്ടാണ് ശ്രീ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. KC വേണുഗോപാൽ തന്നെ വളരെ കൃത്യമായി കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ ഒരു പക്ഷം ഏതായാലും കേരളത്തിലില്ല, കോൺഗ്രസ് പാർട്ടിയാണ് എനിക്ക് വലുത്, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മന്ത്രിസഭയുടെ രൂപീകരണം ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട മന്ത്രിമാരുടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകൾക്കും തന്നെ നേതൃത്വം കൊടുത്തത് ശ്രീ KC വേണുഗോപാലും AICCയുടെ നേതൃത്വമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം തന്നെ അതിൻ്റെയൊക്കെ ആ ഒരു മുൻകൈയിൽ തന്നെയാണ് ഇന്ന് കേരളത്തിലെ മന്ത്രിസഭ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ തരത്തിൽ കോൺഗ്രസിനകത്ത് വലിയ വിഭാഗീയതയുണ്ട്, പക്ഷങ്ങളുണ്ട്. അത് മന്ത്രിസഭയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഇത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച ഒരു ആശങ്കയും വേണ്ട എന്നതാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. ശ്രീ MN കാരശ്ശേരി, ഈ മന്ത്രിസഭയിൽ VD സതീശൻ ഒറ്റപ്പെട്ടു പോകുമോ, അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമോ തുടങ്ങിയ ആശങ്കകളാണല്ലോ ഇവിടെ ഉയർന്നത്. അപ്പോൾ അതുണ്ടാകില്ല എന്ന് കോൺഗ്രസ് പ്രതിനിധി പറയുന്നുണ്ട്. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം പ്രത്യേക ഗ്രൂപ്പുള്ള വ്യക്തിയല്ല, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക, കിട്ടിയ അവസരത്തിൽ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്തത്. അത് ഇനിയും സാധ്യമാകും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ലീഗാണ് VD സതീശനെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ലീഗിന്റെ പിന്തുണയാണ് ഏറ്റവും നിർണായകമായത് എന്നതാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണ, അത് ജോസഫ് ഗ്രൂപ്പിൻ്റെതും VD സതീശന് അനുകൂലമായിരുന്നു. അപ്പോൾ VD സതീശൻ ഒറ്റയ്ക്കെന്ന് കരുതണ്ട, 5 മന്ത്രിമാർ ലീഗിൻ്റെതായുണ്ട്, ഘടകകക്ഷി നേതാക്കളുണ്ട്. എങ്ങനെയാണോ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്, ആ പിന്തുണ ഈ ഘടകകക്ഷികൾ ഒരുക്കുമോ? അങ്ങനെ ഒരു സംരക്ഷണ കവചം VD സതീശന് കിട്ടുമോ? നല്ല സ്മൂത്തായ ഒരു ഭരണം ഉറപ്പുവരുത്താൻ അത് മതിയാകുമോ? രേണു, കേരളത്തിലെ UDFിൽ കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ നമ്മളൊരു ചർച്ച കൊണ്ടുപോകരുത്. കാരണം 63 അംഗങ്ങൾ കോൺഗ്രസിനുണ്ട്, ബാക്കി 39 അംഗങ്ങളുണ്ടല്ലോ. ആ 39 അംഗങ്ങളിൽ 22 പേര് മുസ്ലിം ലീഗുകാരാണ്. പിന്നെ ആ മുന്നണിക്കകത്ത് 2 കേരള കോൺഗ്രസ് ഉണ്ട്,
CMP ഉണ്ട്, RSP ഉണ്ട്, അവരുടെയൊക്കെ പിന്തുണ വി ഡി സതീശനാണ്. അപ്പോൾ 39 MLA-മാർ എന്നുള്ളത് മുഴുവൻ മുസ്ലിം ലീഗുകാരാണ് എന്ന മട്ടിൽ നമ്മൾ വർത്തമാനം പറയരുത്. അപ്പോൾ വിമർശിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം തുടങ്ങുകയല്ലേ, അപ്പോൾ നമ്മളൊരു അശുഭമായിട്ട് ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കുറ്റമുണ്ടേ നമുക്ക് പറയാം. അവരിപ്പം നാളെ മന്ത്രിസഭ അധികാരമേൽക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാ ഭാഗത്തുള്ള ചർച്ചകളിൽ വരുന്ന ഒരു പ്രധാന കാര്യം കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമേ UDF-ലുള്ളൂ എന്ന് ഒരിക്കലും അങ്ങനെ ഭാവിക്കുകയോ പറയുകയോ ചെയ്യുന്നത് സത്യമല്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വി ഡി സതീശന് പിന്തുണ കിട്ടിയത് ഈ UDF-ലെ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല. ഒരു പാർട്ടിയും ഇല്ലാത്ത മാറി മാറി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ വലിയ ശതമാനം നിഷ്പക്ഷ വോട്ടർമാരെന്ന് പറയാം. അവർ ഓരോ കാലത്ത് മാറി മാറി. പിന്നെ LDF-ലെ വലിയ ശതമാനം വോട്ടർമാർ വി ഡി സതീശനിൽ അല്ലെങ്കിൽ UDF-ന്റെ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാഷും, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ, അമ്പലപ്പുഴയിൽ G സുധാകരനൊക്കെ ജയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത്, അപ്പോൾ സതീശൻ്റെ പ്രവർത്തന സമ്പ്രദായം, പ്രവർത്തന ശൈലിയായിട്ട് ഞാൻ മനസ്സിലാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.